ഹായ് ഓൾ. നിലവിൽ നടക്കുന്ന യുദ്ധത്തെ പറ്റിയിട്ടുള്ള ചില വിശകലനങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു നമുക്ക് മുമ്പിൽ കഴിഞ്ഞു പോയത്. പ്രത്യേകിച്ചും ഇസ്രായേലിൽ നടക്കുന്ന നാശനഷ്ടങ്ങൾ ലോകത്തിന് മുമ്പിൽ കാണുന്നില്ല എന്നും വലിയ സെൻസർഷിപ്പ് അതിലുണ്ടാവുന്നു എന്നും നമ്മുടെ പോലും ചാനലുകളിൽ അത് കാണിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ ഒന്നാകെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന നിലവിലുള്ള സാഹചര്യവും നമ്മുടെ രാജ്യത്തെ അടക്കം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇന്ന് പറയാൻ വരുന്നത് മറ്റൊരു കാര്യമാണ്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് അഥവാ ഖത്തമുൽ അംബിയയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്നറിഞ്ഞുകൂടാ. ഖത്തമുൽ അംബിയയുടെ ഭാഗത്ത് നിന്നുമുണ്ടായ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് 10 വർഷം വേണമെങ്കിലും ഞങ്ങൾ ഇതേ രീതിയിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നാണ് അമേരിക്കയോടും ഇസ്രായേലിനോടും പറഞ്ഞിരിക്കുന്നത്. അഥവാ നിലവിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാം. ഇറാന്റെ സൈനിക മേധാവികൾ മുതൽ രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ അടക്കം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട അവരുടെ നേതൃത്വമായ അലി ലാർജാനിയെ പോലെയുള്ള ആളുകളും കൊല്ലപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ഖത്തമുൽ അംബിയ എന്ന അവരുടെ സൈനിക സംവിധാനം ഔദ്യോഗികമായി പ്രതികരിക്കുന്നത് ഞങ്ങൾ ഈ രീതിയിൽ തന്നെ 10 വർഷം വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നതാണ്. നിലവിലുള്ള സാഹചര്യം എന്താണ് എന്നതാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത്. പ്രത്യേകിച്ചും UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈത്ത്, ഇറാഖ് ഈ രാജ്യങ്ങളെയൊക്കെ ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യങ്ങളെയല്ല, ആ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ഇസ്രായേലി താല്പര്യങ്ങളും അവരുടെ സൈനിക താവളങ്ങളും അവരുടെ മറ്റു ബിസിനസ് താല്പര്യങ്ങളും ഒക്കെ ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചാണ് ഇനിയും വേണമെങ്കിൽ 10 വർഷം ഇതേ രീതിയിൽ യുദ്ധം ചെയ്യാമെന്ന് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അഥവാ ഇറാന്റെ ടാക്ടിക്സ് വളരെ കൃത്യമാണ്. നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാക്കി ഇതിനെ മാറ്റുക, അമേരിക്കയെയും ഇസ്രായേലിനെയും സമ്പൂർണമായിട്ടും ഇസ്രായേലിനെ പ്രത്യേകിച്ചും നശിപ്പിച്ചു കളയുന്ന രീതിയിലേക്ക് യുദ്ധത്തെ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ലോങ് ടേം വാർ ടാക്ടിക്സ് ആണ്. അതോടൊപ്പം തന്നെ ഇറാൻ ഇതിൽ ആദ്യം മുതൽ കാണിച്ച ഒരു ശ്രദ്ധ എന്നുള്ളത് മറ്റുള്ള സഖ്യകക്ഷി രാജ്യങ്ങളെ, അമേരിക്കയുടെ സഖ്യകക്ഷി രാജ്യങ്ങളായ ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി ഇവരെയൊക്കെ യുദ്ധത്തിൽ ഇറങ്ങിത്തിരിക്കാതിരിക്കാൻ അവർ ആദ്യം തന്നെ ഇവരുടെ മർമ്മം നോക്കി അടിക്കുന്ന ഒരു സ്റ്റൈലാണ്, ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് UK അല്ലെങ്കിൽ ജർമ്മനിയോ മറ്റു ഫ്രാൻസോ അടക്കമുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ അമേരിക്കൻ താല്പര്യങ്ങളോടൊപ്പം നിന്ന് യുദ്ധത്തിൽ പങ്കാളികളാവാതിരുന്നത്. നേരത്തെ ഉണ്ടായ നാറ്റോയുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ്? നാറ്റോയുടെ സഖ്യകക്ഷി രാജ്യങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എല്ലാവരും യുദ്ധത്തിനിറങ്ങണമെന്നാണ്. അത്തരമൊരു ആവശ്യമാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു സമയത്ത് ആഹ്വാനം ചെയ്തത് നാറ്റോയോട്. പക്ഷെ നാറ്റോയുടെ സഖ്യകക്ഷി രാജ്യമായ സ്പെയിൻ തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മുഴുവനും സ്പെയിനിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. ഒരിക്കലും തങ്ങളുടെ മണ്ണ് യുദ്ധത്തിന് വേണ്ടി, തങ്ങളുടെ ആയുധങ്ങളോ മണ്ണോ ഒരു വ്യോമപാതയോ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള അതിശക്തമായ നിലപാടെടുത്തു. സ്പെയിൻ നേരത്തെ തന്നെ ഫലസ്തീൻ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ, ലോകത്തെ എമ്പാടും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൂർണ്ണമായിട്ടും ഫലസ്തീനോടൊപ്പം നിന്ന ഒരു രാജ്യമാണ്. ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം സമ്പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച രാജ്യമാണ്. പക്ഷെ അവരും ഒരു നാറ്റോ രാജ്യമാണ്. എങ്കിൽ പോലും അവർ ഇത്തരത്തിൽ പങ്കാളികളാവില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. ഇതാണ് ഇതിൻ്റെ ടേണിംഗ് പോയിന്റ് എന്നുള്ളത്. മറ്റ് രാജ്യങ്ങൾ, വൻകിട രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസ് ആയാലും അല്ലെങ്കിൽ ജർമ്മനി ആയാലും UK ആയാലും ഇങ്ങനെ പല രാജ്യങ്ങളായാലും ഇസ്രായേലി അമേരിക്കൻ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ അവർ യുദ്ധത്തിൽ പങ്കാളികളാവുന്നില്ല എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ്. കാരണം എന്താണ്? ഇറാന്റെ കണ്ണുപൂട്ടിയുള്ള അടി യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളെ പുനർചിന്തിക്കാൻ, പുനർവിചിന്തനം നടത്താൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ നടത്തിയ അധിനിവേശങ്ങളിലും വംശഹത്യകളിലും പങ്കാളികളായ ഈ രാജ്യങ്ങളും അവരുടെ ആയുധങ്ങളും അവരുടെ സൈനിക സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ ഇറാന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറിയിരിക്കുകയാണ്. നേരത്തെ ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചപ്പോൾ, സദ്ദാം ഹുസൈനെ ആക്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയപ്പോൾ അതിനെയൊക്കെ ഇവർ പിന്തുണച്ചിരുന്നു. പക്ഷേ
ഇപ്പോൾ ഇത് പൊള്ളുന്ന ഏർപ്പാടായി മാറുമെന്ന് പറയാം. പിന്നീട് മറ്റൊന്ന് ഡൊണാൾഡ് ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടാണ് പലതും. അവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ബോധ്യമില്ലാത്ത ഒരു അവസ്ഥയാണ്. ഡൊണാൾഡ് ട്രംപ് രാവിലെ ഒന്ന് പറയുന്നു, ഉച്ചക്കൊന്ന് പറയുന്നു, വൈകുന്നേരം ഒന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് കീഴിൽ തങ്ങളുടെ ആയുധവും സമ്പത്തും സൈനികരെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിൽ എന്തിന് പങ്കാളികളാകണം എന്നുള്ള ഒരു ചിന്ത ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ തകരുന്നുവോ നിലനിൽക്കുന്നുവോ എന്നുള്ളത് ഇനി മുതൽ തങ്ങളുടെ കൺസേൺ ആയിരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നയം ഈ രാജ്യങ്ങൾ സ്വീകരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്നുള്ളത്. പറഞ്ഞു വരുന്നത്, ഈ സയണിസവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയും ഇറാൻ പറയുന്ന 10 വർഷം വേണമെങ്കിലും ഇതേ രീതിയിൽ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതാണ്. അതായത് ഇറാൻ ഇതിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, ഞങ്ങൾ ഇത് നിർത്താൻ പോകുന്നില്ല, ഞങ്ങൾ പറയുന്ന ഡീലുകളിലേക്ക് എത്താതെ ഇത് അവസാനിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു നിലപാടാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ സൈനിക മേധാവികളായ 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഡൊണാൾഡ് ട്രംപ് പുറത്താക്കിയിരിക്കുന്നു, സൈന്യത്തിൽ നിന്നും തന്നെ പുറത്താക്കിയിരിക്കുന്നു. എന്താണ് കാരണം? അവരൊരു നിലപാട് സ്വീകരിച്ചു, ഇറാനെതിരെ കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ സൈന്യത്തെ അങ്ങനെ അയക്കാൻ കഴിയില്ല, സൈനികരെ കൂട്ടക്കുരുതി നടത്തി കൊല്ലാൻ കൊടുക്കുന്നതിന് തുല്യമാണത്, അതുകൊണ്ട് ഞങ്ങൾ അത്തരം നടപടികൾക്കോട് ചേർന്ന് നിൽക്കില്ല എന്ന് നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ പേരിൽ അവരെ ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഇതാണ് അമേരിക്കയിലെ സാഹചര്യം എന്നുള്ളത്. അമേരിക്കൻ സ്ട്രീറ്റുകളിൽ നിരന്തരമായി ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾ ഒന്നടങ്കം തന്നെ അമേരിക്കയുടെ തെരുവീതികളിൽ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എങ്കിൽ പോലും അമേരിക്കയ്ക്ക് ഇതിൽ നിന്നും ഒളിച്ചോടാൻ കഴിയുന്നില്ല. ഇത് തുടങ്ങി വെച്ച് കഴിഞ്ഞു. പക്ഷേ ഈ തുടങ്ങി വെച്ചതിന് ശേഷം മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ സൈനിക താവളങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, എംബസികൾ പോലും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ആ രാജ്യങ്ങളിലുള്ള തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ പോലും നോക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഇനി അമേരിക്കയുടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കൻ കമ്പനികൾ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾ. ഇവിടങ്ങളിലൊക്കെ ഇനി ഇറാൻ 2ാം ഘട്ടത്തിൽ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടറിയേണ്ടി വരും. കാരണം ഒരു 10 വർഷം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയുമെന്ന്, ഇത്രയും ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ തങ്ങളുടെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടു, രാഷ്ട്രീയ നേതൃത്വം നഷ്ടപ്പെട്ടു, വളരെ വലിയ പ്രതിസന്ധിയിലാണ്, സൈനിക ജനറൽമാരെയും മേധാവികളെയും നഷ്ടപ്പെടുന്നു, രാജ്യവ്യാപകമായി ഇവരുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ വന്ന് ഇവർ വ്യോമാക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തരത്തിൽ ഇത് ലാഭമാണ്. ഒന്ന്, ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും വിറപ്പിക്കാൻ കഴിയുന്ന ശക്തിയാണെന്ന് ലോകം അംഗീകരിച്ചു. രണ്ടാമത്തെ കാര്യം, ഇറാന്റെ കയ്യിലുള്ള എണ്ണയടക്കമുള്ള വിഭവങ്ങൾ ഈ ഒരു സമയത്ത് ലോകത്താകെ പ്രതിസന്ധി അകപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ അവർക്കത് വിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. മൂന്നാമത്തെ കാര്യം, അവരുടെ ആയുധശേഷി ലോകം അംഗീകരിച്ചു. നാലാമത്തെ കാര്യം, അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഡീലിലേക്ക് അമേരിക്കയെ കൊണ്ടുവരിക എന്നുള്ള ഒരു സമീപനത്തിലേക്ക് എത്താൻ കഴിയും. ഇറാൻ പറയുന്നിടത്തേക്ക് അറബ് രാജ്യങ്ങളും അമേരിക്കയും നിൽക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. ഇറാൻ നേരത്തെ തന്നെ 4 കാര്യം ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകില്ല എന്ന് രേഖാമൂലം ഉറപ്പു നൽകണം, ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്കനുസൃതമായ നഷ്ടപരിഹാരം വേണം, അതുകൂടാതെ തന്നെ ആണവോർജവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, മറ്റൊന്ന് ഈ മേഖലയിൽ ഒന്നാകെ തങ്ങളുടെ വിപണിയെ പൂർണ്ണമായ തോതിലുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കണം. ഈ 4 ആവശ്യങ്ങൾ അവരിപ്പോഴും മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. മധ്യസ്ഥത നിൽക്കുന്ന ഏത് രാജ്യങ്ങളാണെങ്കിലും ഈ 4 കാര്യങ്ങൾ അംഗീകരിപ്പിച്ചിട്ട് മതി ഇനി മുതലുള്ള യുദ്ധവും നിർത്തലും സമാധാനം ഉണ്ടാക്കലും ഒക്കെ എന്ന് ഇറാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ മേഖലയിൽ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഖത്തറിന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നീക്കങ്ങൾ ഉണ്ടാവുന്നു. കാരണം ഖത്തറിൽ ഇനി മുതൽ അമേരിക്കൻ സൈനിക താവളങ്ങളോ അമേരിക്കൻ സൈന്യത്തെയോ നിലനിർത്തേണ്ടതില്ല എന്ന് ഖത്തറിന് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും ഖത്തറിന് ഈ യുദ്ധത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായത്? അത് അമേരിക്ക തങ്ങളുടെ വാക്കു കേൾക്കാതെ ഇറാൻ ആക്രമിച്ചത് കൊണ്ട് ഇറാൻ തിരിച്ചടിച്ചതാണ്. ആ തിരിച്ചടിയുടെ കെടുതി അനുഭവിച്ചത് ഖത്തറിനെയും UAE പോലെയുള്ള രാജ്യങ്ങളാണ്, ബഹ്റൈനിലെ പോലെയുള്ള രാജ്യങ്ങളാണ്,
സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളാണ്. ഇങ്ങനെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ബാധിച്ചത്. അപ്പോൾ ഇനി മുതൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളിൽ വേണോ എന്നുള്ള പുനർവിചിന്തനം അവർ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം എന്താണ്? ഒരു ഭാഗത്ത് സൈനിക താവളങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളെ സംരക്ഷിക്കുമെന്നുമുള്ള ഉറപ്പിന്മേൽ, കരാറിന് മേലാണ് ഇവർക്ക് ഇതിനുള്ള സംവിധാനങ്ങൾ കൊടുത്തത്. പക്ഷേ ആ സൈനിക താവളങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം തങ്ങളുടെ രാജ്യം വ്യാപകമായി സാമ്പത്തികമായ നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നു, വലിയ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നു. ഇവർക്കാണെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനോ അതിനെ തടയാനോ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ഇതാണ് മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രത്യേകമായ സാഹചര്യം എന്നുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ തകരാൻ പോകുന്ന ഒരു വ്യവസ്ഥിതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസ് തുടങ്ങി വെച്ച തൂഫാനുൽ അക്സയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കം എന്നുള്ളത്. ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ചോദ്യചിഹ്നമാവുകയാണ്. ഒരു ഭാഗത്ത് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുണ്ട്, മറുഭാഗത്ത് ഹൂത്തികളുണ്ട്. ഇവിടെ ഇറാൻ ആണെങ്കിൽ അതിശക്തമായ വ്യോമാക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വരും കാലങ്ങളിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന സമയത്ത് ഇസ്രായേൽ എന്ന ഈ മേഖലയിലുള്ള ക്യാൻസറിനെ മുറിച്ചു മാറ്റാതെ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് മേഖലയിലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടുത്തെ പ്രശ്നം ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയും ഇസ്രായേലിന്റെ വംശീയതയും ഇസ്രായേലിന്റെ മറ്റു താല്പര്യങ്ങളുമാണ്. അതാണ് ഈ മേഖലയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അമേരിക്ക സഞ്ചരിക്കുമ്പോൾ അത് കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഈ യുദ്ധങ്ങൾ എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അപ്രായോഗികമല്ല എന്ന് ഇത്രയും ദിവസത്തെ ഒരു സംഭവ വികാസങ്ങളിൽ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് സ്വന്തമായിട്ട് കൃഷിയുണ്ട്, അവർ സ്വന്തമായിട്ട് മെഡിക്കൽ അടക്കമുള്ള മറ്റു ഉപഭോക്തൃ രാജ്യമല്ല, സ്വന്തം നിലക്കാണ് അതൊക്കെ കണ്ടെത്തിക്കുന്നത്. മറ്റുള്ള എല്ലാ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും അല്ലെങ്കിൽ സ്വന്തം നിലക്കാണ് അവർ ഒരു രാജ്യമായി നിലകൊള്ളുന്നത്. എണ്ണ വേണമെങ്കിലും അവിടെ ലഭിക്കും, ഗ്യാസ് വേണമെങ്കിലും അവിടെ ലഭിക്കും. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉപഭോക്തൃ രാജ്യങ്ങളാണ്, മറ്റുള്ള ഇടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം നോക്കൂ, വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നഗരമേഖലകളിൽ ഒന്നാകെ ഹോട്ടലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലടക്കം ഹോട്ടലുകൾ അടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഗ്യാസ് നമുക്ക് ലഭ്യമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രതിസന്ധിയിൽ അഭിമുഖീകരിക്കേണ്ട ഒരു രാജ്യമായിരുന്നു? ഒരിക്കലുമല്ല. ഹോർമുസ് കടലിടുക്ക് എന്നുള്ളത് ഇന്ത്യൻ കപ്പലുകളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ യുദ്ധത്തിൽ കക്ഷിയേ അല്ലായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ നയങ്ങൾ മൂലമാണ് നിലവിൽ ഭരിക്കുന്ന ഭരണകൂടം പലപ്പോഴും ഇസ്രായേലി താല്പര്യങ്ങൾക്ക് അനുസൃതമായി, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിന്നതുകൊണ്ടാണ് ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത്. അല്ല എങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളെയും ഒരേപോലെ കാണുന്ന ഒരു സ്ഥിതിവിശേഷമോ ഫലസ്തീൻ അനുകൂല നിലപാടോ ഇറാനുമായിട്ടുള്ള നല്ല ബന്ധങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. കാരണം എന്താണ്? ഇന്ത്യൻ കപ്പലുകൾക്ക് അവിടെ ഇപ്പോൾ ചൈനീസ് കപ്പലുകൾ അല്ലെങ്കിൽ റഷ്യൻ കപ്പലുകൾ, ഇത്തരം കപ്പലുകളൊക്കെ സുഗമമായി ആ ഹോർമുസ് കടലിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇന്ത്യൻ കപ്പലുകൾ പ്രത്യേകിച്ച് ഭീഷണിയൊന്നും നേരിടേണ്ട അവസ്ഥയില്ല. കാരണം ഇറാൻ അതിനുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷെ അവിടെയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോവുകയും ഫാദർലാൻഡ് മദർലാൻഡ് പ്രയോഗങ്ങളും ഇസ്രായേലുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തത്. അത് യുദ്ധത്തിന് തൊട്ടു മുമ്പാണ് ഈ സന്ദർശനമൊക്കെ ഉണ്ടായത്. അങ്ങനെ സമ്പൂർണ്ണമായിട്ടും ഇസ്രായേലിനും അമേരിക്കക്കും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചതിന്റെ പ്രശ്നവും യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട്. അല്ല എങ്കിൽ ഈ പ്രശ്നത്തിൽ നമ്മൾ കക്ഷിയേ അല്ലായിരുന്നു, ഈ പ്രതിസന്ധികൾ നമ്മൾക്ക് ബാധകമേ അല്ലായിരുന്നു. അത്തരം ഒരു കാര്യം കൂടി ഇവിടെ അടിവരയിട്ട് പറയേണ്ടതുണ്ട്. ഏതായാലും 10 കൊല്ലം യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇറാന്റെ പ്രഖ്യാപനവും, നേരത്തെ ഇറാഖുമായിട്ട് സദ്ദാം ഹുസൈനുമായിട്ട് 10 വർഷം അവർക്ക് യുദ്ധം ചെയ്ത് ഉള്ള പരിചയത്തിൻ്റെയും പുറത്ത് നേരിട്ട് കരയുദ്ധമാണ് അന്ന് ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ. അത്തരം ഒരു പരിചയം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ അമേരിക്കയും ഇസ്രായേലും പെട്ടുകിടക്കുകയാണ്. ഇസ്രായേൽ ഓൾറെഡി ഒരു തകർച്ചയുടെ വക്കിലാണ് അവർ പെടുന്നതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അമേരിക്ക ശരിക്കും പെട്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഉപാധി ഉണ്ടാക്കി ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ തേടുക എന്നല്ലാതെ, അല്ല എങ്കിൽ ഇറാൻ പറയുന്ന ഡീലുകൾ അംഗീകരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് വസ്തുത.